ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, അറിഞ്ഞു കാണും. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ വന്നൊരു സംഭവം. അതൊരു 4-4.5 വർഷത്തെ കേസിൻ്റെ തുടർച്ചയാണെന്ന് ആലോചിക്കണം. ഇതേക്കുറിച്ച് പുതിയ തലമുറയിൽപ്പെട്ടവരാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? മമ്മൂട്ടിയും മോഹൻലാലും തിരുവനന്തപുരത്തെ കോടതിയിൽ വന്നിട്ടുണ്ടോ? ഈ രണ്ടുപേരും നിങ്ങൾക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞിട്ട് നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് ഞങ്ങളുടെ തലമുറയ്ക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പത്രപ്രവർത്തകരാകുമ്പോൾ സാധാരണ കേസുകൾ ഉണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് കേസ് പുത്തിരിയല്ല. അതങ്ങനൊരു ഭാഗത്ത് നടക്കും. അത് ചിലപ്പോൾ നമ്മൾ തുടക്കകാലത്ത് നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരിക്കാം പിന്നീട് നമ്മുടെ എതിരാളികളായി വരുന്നത്. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പക്ഷങ്ങളില്ല, ശരിയുടെ പക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണത്. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യം, അവർ രണ്ടുപേരും മാത്രമല്ല, സിനിമയിലെ പല വമ്പന്മാരും തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ വന്നിട്ടുണ്ട്. അത് എനിക്ക് എതിരായിട്ടാണ് താനും. എൻ്റെ പക്ഷത്ത് ഞാൻ മാത്രം. ഇങ്ങനെയാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കുക, അതിൻ്റെ എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലോ എന്നുള്ളത്. ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഏത് പത്രത്തിലാണ്, ഏത് വാരികയിലാണ് അപകീർത്തികരമായിട്ടുള്ള വാർത്ത കൊടുത്തത് എന്നറിയണം. മമ്മൂട്ടിയെക്കുറിച്ചല്ല, മോഹൻലാലിനെ കുറിച്ചല്ല ഈ അപകീർത്തികരമായ വാർത്ത എഴുതിയത്. അത് അപകീർത്തികരമായ വാർത്തയാണെന്ന് ഞാൻ പറയാനും ഒരുക്കമില്ല. കാരണം മലയാളത്തിലെ ശക്തനായ നടനാണ് തിലകൻ. ആ തിലകനുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ കേസിന് ആസ്പദമായത്. ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ കേസ് തുടങ്ങുകയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമല്ല, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു കുടിപ്പക പോലെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാനയിൽ എഡിറ്ററായി ജോലി നോക്കുന്ന സമയം മംഗളം വാരികയും മനോരമ വാരികയും മത്സരിക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ തൊട്ട് മുന്നിൽ മംഗളം വാരികയായിരുന്നു അന്ന്. മനോരമയിൽ യേശുദാസിൻ്റെ ഒരു കോളമുണ്ടായിരുന്നു, കേൾക്കാത്ത ശബ്ദം എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ ഒരു രസകരമായിട്ടുള്ള പങ്ക്തിയാണത്. എന്നാൽ സംഭവം സത്യമാണ്. ആ സത്യത്തെക്കുറിച്ച് എരിവും പുളിവും എല്ലാം ഉണ്ടായിരിക്കും. പെട്ടെന്ന് വായിച്ചു തീർക്കും. അതിനനുസരിച്ച് കാർട്ടൂണുകളും. ഇതിന് ബദലായിട്ട് മംഗളത്തിൽ ഒരു കോളം ചെയ്യണം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലരും മംഗളം വാരികയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് നല്ല വിലയുള്ള മാധ്യമപ്രവർത്തനമാണ്, പ്രത്യേകിച്ച് ഫിലിം ജേർണലിസ്റ്റാണ് ഞാനെന്ന് ആലോചിക്കണം. അപ്പോൾ നല്ല വിലയുണ്ട് എനിക്ക്. ആ വില മുതലാക്കാൻ വെച്ച് എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകൾ സിനിമാ രംഗത്ത് കിട്ടും. അതെല്ലാം വെച്ച് ഈ കേൾക്കാത്ത ശബ്ദത്തിന് ബദലായി ഒരു പങ്ക്തിയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഞാൻ അവിടെ മംഗളം ഓഫീസിൽ ചെന്നു. എൻ്റെ സുഹൃത്തുക്കളെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് എൻ്റെ സ്ഥാപനം എനിക്ക് ഞാൻ അറിയിക്കുന്നതിൽ കൂടുതൽ അംഗീകാരം എനിക്ക് തന്നിട്ടുണ്ട്. ശമ്പളവും മോശമല്ല, എൻ്റെ ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ പേര് വെച്ച് എഴുതാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ പറയും, പേര് വെക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും തൂലികാനാമം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ നടുവട്ടം സത്യശീലൻ, അന്ന് അദ്ദേഹമാണ് മംഗളം വാരികയുടെ എഡിറ്റർ. ഞങ്ങളെ കൂടുതൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വർഗീസ് സാറ് കാണാൻ വിളിക്കുന്നുണ്ട്, ഒന്നൊരു കൂടിക്കാഴ്ച വേണമെന്ന് പറഞ്ഞു. അങ്ങനെ MC വർഗീസിനെ പോയി കാണുന്നു. വൈകിട്ട് അവിടെ അടുത്തൊരു വലിയ ഹോട്ടലുണ്ട്. അവിടെ നമുക്ക് കുടിക്കാം, കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, എനിക്ക് താല്പര്യമില്ല, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, താങ്കൾ അത് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ, ഞാൻ എഴുതുന്ന പങ്ക്തി കേസിൽ ഉൾപ്പെടും. എന്നെ സഹിക്കാൻ കേരള ശബ്ദം നാനാ ഗ്രൂപ്പിന് മാത്രമേ കഴിയുള്ളൂ.
ഇതിനിടയ്ക്ക് തന്നെ കുറേ കേസുകൾ വന്നിട്ടുണ്ട്. അവരാണ് എന്നെ സഹിക്കുന്നത്. അപ്പോൾ ഇവിടെ കേസ് വന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വിതുര ബേബി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം താങ്കൾക്ക് പകരമായി കേസിന് പോയിക്കോളും. മറ്റൊരു കാര്യം, വിതുര ബേബി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധു കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ബേബിയെ കണ്ടു, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ആ പങ്ക്തിക്ക് ഒരു പേരിട്ടു. പകുതി നേരും പകുതി നുണയും എന്ന് പറഞ്ഞ് നേരും നുണയും എന്നുള്ള ടൈറ്റിലാണ് കൊടുത്തത്. ഇനി കേസ് വന്നാൽ തന്നെ നേരുമുണ്ട് നുണയുണ്ടല്ലോ എന്നൊരു രീതിയിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി 1-2 ലക്കം കഴിഞ്ഞപ്പോൾ അതെല്ലാം സത്യമാണ് എന്ന് ആൾക്കാർക്ക് ബോധ്യമായി. അത് സത്യം തന്നെയാണ്. ആ പങ്ക്തിയുടെ പ്രത്യേകത 99% സത്യമായിരിക്കുമെന്നുള്ളതാണ്. ആ 2 പങ്ക്തി പിന്നീട് വിശദമായിട്ട് പറയാം, കാരണം അത് ഈ ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല. 3-ാമത്തെ ലക്കം എന്ന് പറഞ്ഞാൽ തിലകനെക്കുറിച്ചുള്ളൊരു മാറ്ററായിരുന്നു. തിലകനെക്കുറിച്ചുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. തിലകൻ ശക്തനായ നടനാണ്. അന്ന് വളർന്ന് പന്തലിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും മുൻപ് തിലകന് വേണ്ടി പ്രൊഡ്യൂസർമാരോടും സംവിധായകരോടും പറഞ്ഞിരുന്നു, ആ റോള് തിലകൻ ചേട്ടൻ കൊടുത്താൽ പോരെ, ഗംഭീരാവില്ല എന്നുള്ളത്. അങ്ങനെ വന്ന് തിലകൻ കുറേയും കൂടി പ്രശസ്തനായി. ആ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ചെറിയ സംഭവം ഉണ്ടായത്. ഉണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുന്നു. ഒന്ന് കിരീടത്തിൻ്റെ ഷൂട്ടിംഗ്, മറ്റൊന്ന് ചാണക്യൻ, കമലഹാസൻ നായകനായ ജയറാമുള്ള തിലകൻ ശക്തമായ വേഷത്തിൽ അഭിനയിക്കും ചാണക്യൻ. ഇവിടെയും കിരീടത്തിൽ മോഹൻലാൽ, തിലകൻ അച്ഛനും മകനും ശക്തനായ കഥാപാത്രമായിട്ടുള്ള അങ്ങനെ ഈ 2 സീൻ. ഈ സംഭവം നടക്കുന്ന ദിവസം കിരീടത്തിൻ്റെ ലൊക്കേഷനിലാണ് വരേണ്ടത്. അപ്പം ആ കോമ്പിനേഷൻ വെച്ചിരിക്കുന്നത് തിലകനുണ്ട്, മോഹൻലാലുണ്ട്, കൊച്ചിൻ ഹനീഫയുണ്ട്. ഈ 3 പേജുള്ള സീനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ മുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പോകുന്നു, വിളിക്കുന്നു, ഇപ്പോൾ വരാമെന്ന് പറയുന്നു. അവിടെ ഷോട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് തിലകന് വരാൻ പറ്റുന്നില്ല. ഇവിടെ ആകെ ടെൻഷൻ, വേറെ സീനും പ്ലാൻ ചെയ്തിട്ടില്ല. ഒടുവിൽ തിലകൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്, ഞാനിവിടെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോലിയുള്ളവർ വർക്ക് ചെയ്യും, അല്ലാത്തവരോട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ മസ്റ്റാണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയണത്. തിലകൻ ആ പടത്തിൽ മസ്റ്റായിരുന്നു, വെയിറ്റ് ചെയ്തു. വൈകുന്നേരം 5 മണിയായി. അപ്പോൾ തിലകൻ വരുന്നു. മോഹൻലാലും സിബി മലയിലും യൂണിറ്റ് അടക്കം അമർഷം കൊണ്ടിരിക്കുകയാണത്. അവരൊരു തീരുമാനത്തിലെത്തുന്നു, ഇന്ന് ഷൂട്ടിംഗ് വേണ്ട, അങ്ങനെ പാക്കപ്പ് പറയാനുള്ളത്. അതൊരു ഈഗോ വർക്ക് ചെയ്ത രീതിയിലായിരുന്നു. ഇനി നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണത്. വേറൊന്നുകൊണ്ടല്ല, ഒരു ദിവസം പോയി കിട്ടി. അവിടെയാണ് ആ ടൈറ്റിൽ ഞാൻ കൊടുക്കാൻ കാരണം. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സഹായത്താൽ തിലകൻ കുറേ റോളുകൾ നേടി. ഇപ്പോൾ സത്യത്തിൽ മോഹൻലാലിനെ ചതിക്കുന്നതിന് തുല്യമല്ലേ തിലകൻ ചെയ്തത്? ഇങ്ങനെ ഒരു ആർട്ടിക്കിളാണ് എഴുതിയത്. അതിനാണ് തിലകൻ കേസ് കൊടുത്തത്. തിലകൻ കേസ് കൊടുക്കാൻ കാരണമുണ്ട്. ഞാനാണ് ഇത് എഴുതിയത് എന്ന് പലർക്കും അറിയുമായിരുന്നില്ല. വേറൊരു തൂലികാ നാമത്തിലാണ് എഴുതിയിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് ആളെ കണ്ടുപിടിക്കുന്നവരെ തിലകന് കേസ് കൊടുത്തില്ല. അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് തമ്പി കണ്ണന്താനം പ്രൊഡ്യൂസ് ചെയ്ത ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് തിരക്കെഴുതാൻ മദ്രാസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു, ഒരു കേസ് വന്നിട്ടുണ്ട്, അറസ്റ്റ് വാറണ്ടാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെന്തിനാണ് വരേണ്ട ആവശ്യം? അങ്ങനെ കേസില്ലല്ലോ. അല്ലെ, കേസുണ്ട്, പോലീസുകാരൻ പറഞ്ഞു, എന്നെ കാണിച്ചു എന്ന് പറഞ്ഞു. ശരി, എന്താവട്ടെ. ഞാൻ അപ്പോൾ തന്നെ അവിടുന്ന് വണ്ടി കയറി പിറ്റേ ദിവസം വീട്ടിലെത്തി. അയാൾ വന്നിട്ട് പോലീസുകാരൻ വന്നു, പരിചയമുള്ള പോലീസുകാരനാണ്. അപ്പോൾ അദ്ദേഹം അറസ്റ്റ് വാറണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നിലെ വിവരദോഷിയാണോ അഹങ്കാരിയാണോ ആ പത്രപ്രവർത്തനമുള്ള അഹങ്കാരമാണോ എന്നറിയില്ല. ഞാൻ വരാം, ഞാൻ പത്രപ്രവർത്തനല്ലേ, എന്തായാലും എൻ്റെ കേസ്, എൻ്റെ പേരുള്ള കേസ്
ഞാൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടല്ല, പെൺവാണിഭ കേസിലല്ല, മറ്റേ ഗുരുതരമായ മറ്റ് ദോഷം ചെയ്തിട്ടുള്ളതല്ല, പത്രപ്രവർത്തനമല്ലേ വരാമെന്ന് പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് പുറപ്പെടുകയാണത്. അപ്പോൾ പുറപ്പെടുമ്പോൾ വൈഫിന് കാര്യം മനസ്സിലായി. വൈഫ് അന്ന് CPIയുടെ മഹിളാ സംഘത്തിൻ്റെ ജില്ലാ നേതാവാണ്. അവർ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, 2 പേരും വരുന്നുണ്ട്. അപ്പോൾ പാർട്ടി സെക്രട്ടറി അവരെ തടഞ്ഞു നിർത്തുന്നു. ഞങ്ങൾ 2 പേരും തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ശരിയാണ്, അത് പറഞ്ഞ ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല, എൻ്റെ കൂടെ വരുന്നു, വന്നാൽ എനിക്ക് കൊണ്ടുകൊണ്ട് പറ്റുമോ. അവിടെ വെച്ച് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നാളെ വന്ന് ജാമ്യത്തിനെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് ജാമ്യം എടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷെ അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കോടതിയെ ബഹുമാനിക്കുന്ന ആളാണ്, നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളാണ്, നിയമം ലംഘിക്കാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ അറസ്റ്റ് വാറണ്ട് വന്നത് അതിനു മുമ്പ് ഒരിക്കൽ പോലും ഒരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല. അത് എങ്ങനെയാണ് തിലകൻ അത് സംഭവിച്ചത് എനിക്കറിയില്ല. ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട് അടക്കമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ആദ്യം വന്നൊരു സംഭവമാണെന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പുറകിൽ പലരും സഹായിക്കാൻ വന്നെങ്കിലും ഞാൻ ആരുടെയും സഹായം തീരുമാനിച്ചില്ല. എന്നെ ജാമ്യമെടുക്കാൻ ഞാൻ എൻ്റെ ഭാര്യയെയും അമ്മാവനെയുമാണ് കൊണ്ടുപോയത്. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ ചെന്ന് ജാമ്യമെടുത്തു. അന്ന് തന്നെ ആ കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ പ്രശസ്ത ക്രിമിനൽ ലോയറായ CS സുകുമാരൻ നായരാണ്. അദ്ദേഹത്തിനോടൊപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ഹരി അടക്കമുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് ഈ കേസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, എനിക്ക് സാറിൻ്റെ ഫീസ് അനുസരിച്ച് തരാൻ പറ്റില്ല. അപ്പോൾ ഫീസല്ല പ്രശ്നം, ഈ കേസാണ് എനിക്ക് പ്രശ്നം. ഈ കേസ് രസകരമായ നല്ലൊരു കേസാണ്, ഇതെനിക്ക് ഒരു പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പറയണം. അങ്ങനെയാണ് ആ കേസ് അദ്ദേഹം ഏറ്റെടുത്തത്. അപ്പോൾ സിനിമയിൽ 2 പക്ഷം പോലെയായി. എൻ്റെ പക്ഷത്ത് ഒരു ഗ്രൂപ്പ്, തിരുവനന്തപുരത്തെയുള്ള ഒരു ഗ്രൂപ്പ് എൻ്റെ പക്ഷത്ത് നിൽക്കുകയാണത്. വേറൊന്നുമല്ല, എനിക്ക് എന്ത് സഹായത്തിന് വേണമെങ്കിലും. പക്ഷെ അങ്ങനെ സഹായത്തിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടായില്ല. കാരണം എന്നെ സംബന്ധിച്ച് കേസിനാസ്പദമായ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്, അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അപ്പുറത്ത് ഈ തിലകൻ ചേട്ടൻ്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് കുറേ സിനിമകൾ സംവിധാനൻ്റെ ശശിയായിരുന്നു, പിന്നെ VG ഗോവിന്ദൻ നായർ, ഇങ്ങനെയൊക്കെ വലിയ പ്രശസ്തരാണ് മറുഭാഗത്തും. അപ്പോൾ കേസ് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കേസ് നോക്കിയപ്പോൾ 10-18ഓളം പേര് തിലകൻ ചേട്ടന് വേണ്ടി സാക്ഷി പറയാൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ കേസിൽ ഒരു 18ഓളം പേര് സിനിമാ രംഗത്തെ പ്രശസ്തരായ ആൾക്കാരാണ്. 18ഓളം പേര് എനിക്ക് എതിരെ മൊഴി നൽകാൻ തിലകൻ ചേട്ടൻ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് മമ്മൂട്ടി, ഒന്ന് മോഹൻലാൽ, മറ്റൊന്ന് KG ജോർജ്, പ്രശസ്ത നിർമ്മാതാക്കൾ, പിന്നെ ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫാദർ ജോസ് പെല്ലിശ്ശേരി, അങ്ങനെ 10-18 പേര് ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ആ ലിസ്റ്റ് കണ്ട് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നിയത്, മമ്മൂട്ടിയും KG ജോർജും എനിക്കെതിരെ സാക്ഷി പറയാനും വരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഏറെ വേദന തോന്നി. അപ്പോൾ അത് ഈ കേസിൽ ഒരു 18ഓളം പേര് സിനിമാ രംഗത്തെ പ്രശസ്തരായ ആൾക്കാരാണ്. 18ഓളം പേര് എനിക്ക് എതിരെ മൊഴി നൽകാൻ തിലകൻ ചേട്ടൻ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് മമ്മൂട്ടി, ഒന്ന് മോഹൻലാൽ, മറ്റൊന്ന് KG ജോർജ്, പ്രശസ്ത നിർമ്മാതാക്കൾ, പിന്നെ ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫാദർ ജോസ് പെല്ലിശ്ശേരി, അങ്ങനെ 10-18 പേര് ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ആ ലിസ്റ്റ് കണ്ട് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നിയത്, മമ്മൂട്ടിയും KG ജോർജും എനിക്കെതിരെ സാക്ഷി പറയാനും വരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഏറെ വേദന തോന്നി.